സ്വീകരിച്ചത്. ഇന്ന് മദ്യവിരുദ്ധ ഞായറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മദ്യവിരുദ്ധ സമിതിയുടെ ഡയറക്ടർ, രൂപത ഡയറക്ടറായിരിക്കുന്ന റോബിൻ പാലാട്ടി അച്ഛൻ ഇന്ന് നമ്മുടെ ഇടവകയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം വികാരി ജനറലായിരിക്കുന്ന വിൽസൺ ഇരത്തറയച്ചനാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു മദ്യവിരുദ്ധ ഞായർ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. വികാരി അച്ഛനെയും, വികാരി ജനറൽ വിൽസൺ ഇരത്തറയച്ചനെയും, റോബി പാലാട്ടി അച്ഛനെയും എല്ലാവരെയും, ഒപ്പം മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് ജോബി ചേട്ടനെയും സ്നേഹത്തോടെ, ഒപ്പം കൈക്കാരൻ പ്രതിനിധിയെയും ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടനം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിലെ മധ്യവിരുദ്ധ ഞായറായിട്ട് ആചരിക്കുന്ന ദിനത്തിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി വിശുദ്ധ ബലിയിലേക്ക് കത്തീഡ്രലിൻ്റെ ഭാഗങ്ങളെയും അതുപോലെ വിവിധ ഫൊറോഡകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള മധ്യവിരുദ്ധ സഭയുടെ സെക്രട്ടറിയുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് മാസൂദ് ഫാദർ. ഒത്തിരി സ്നേഹത്തോടുകൂടി മധ്യവിരുദ്ധ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും അതുപോലെ ഈ ഫൊറോഡയിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ അച്ഛൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആരോഗ്യത്തിൽ ഗംഗ ചിന്തയോടെ കൃപയോടെ കൊണ്ട് ചേർത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ ദുരിതത്തിലേക്ക് എത്തിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ നമ്മൾ ശക്തമായി പോരാടേണ്ടവരാണ്. നമ്മുടെ കുടുംബങ്ങളുടെ ശുദ്ധീകരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ കൊണ്ടെത്തിക്കുന്നത്. ഗവൺമെൻറ്റും മറ്റു തരത്തിലുള്ള ആളുകളെല്ലാം കൂട്ടുകൂട്ടുമ്പോൾ ഒക്കെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും മുസ്ലിംകളായി മാറില്ല എന്ന് നമുക്ക് ദൃഢമായി പ്രതിജ്ഞ ചെയ്യാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും സമർപ്പിക്കാം. മതത്തിൻ്റെ ഇരകളായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മളെല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് കർത്താവിൻ്റെ ബലി നമുക്ക് ഏറ്റവും ശുദ്ധിയോടെ കൃപയോടെ നമുക്ക് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 23 മദ്യലഹരി വിരുദ്ധ ഞായർ ആചരണത്തിന്റെ ഭാഗമായി KCBC മദ്യവിരുദ്ധ കമ്മീഷൻ നൽകുന്ന സമ്മേളനം. മദ്യവൈദികരെ, സന്യസ്തരെ, വിശുദ്ധായപ്രിയരെ, കേരള കത്തോലിക്ക സഭ മാർച്ച് 23-ാം തീയതി മദ്യലഹരി വിരുദ്ധ ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. സമൂഹത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മദ്യരാസലഹരിയെ കുറിച്ച് സഭയായി ചർച്ച ചെയ്യുന്നതിനും ഈ മഹാവിപത്തിനെ ഫലപ്രദമായി നേരിടുന്നതിനും തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് മദ്യലഹരി വിരുദ്ധ ഞായർ എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. മദ്യലഹരി വിരുദ്ധ സഭയും സമൂഹം എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 27 വർഷമാണ് KCBC മദ്യലഹരി വിരുദ്ധ സമിതി പ്രവർത്തിച്ചു വരുന്നത്. മാരകമായ രാസലഹരിയുടെയും മദ്യത്തിന്റെയും ഈരാണിപ്പിടുത്തത്തിലാണ് ഇന്ന് നമ്മുടെ കേരളം. എവിടെയും മദ്യവും മയക്കുമരുന്നുകളും സുലഭം. ഇവയ്ക്ക് അടിമപ്പെടുന്നവരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. മദ്യത്തിന്റെയും രാസലഹരിയുടെയും ഉപയോഗം വഴി മനുഷ്യർ ക്രൂരനും അക്രമാസക്തരും അപഹാസ്യരുമാകുന്നു. അതോടൊപ്പം കുടുംബങ്ങളിൽ സമാധാനമില്ലാതാകുന്നു, അധ്വാനഫലം ചോർന്നു പോകുന്നു, സമ്പാദ്യങ്ങൾ നശിക്കുന്നു, അനുഗ്രഹം അന്യമാകുന്നു, കുടുംബങ്ങൾ അനാഥമാകുന്നു, ബന്ധങ്ങൾ തകരുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, ധാർമ്മികതയ്ക്ക് വിലയില്ലാതാകുന്നു. സ്വന്തം ഭവനത്തിൽ പോലും സ്വന്തപ്പെട്ടവർക്ക് പേടിച്ചു കഴിയേണ്ട അവസ്ഥ. ചുരുക്കത്തിൽ സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന സാമൂഹ്യ തിന്മയായി മദ്യരാസലഹരി ഉപയോഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കുവഴിയായാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. ബാറിന്റെയും ബിവറേജ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു. IT പാർക്കുകളിൽ ബാറും പബ്ബും ആരംഭിച്ചുകൊണ്ട് അവസാനമായി പാലക്കാട് എലിപ്പള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറിക്ക് അനുമതി നൽകി നമ്മുടെ നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊള്ളുവാനുള്ള അണിയറ ഒരുക്കങ്ങൾ നടക്കുന്നു.
മറുവശത്ത് പൊതുജനം ശാരീരികമായി മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ തന്നെ പദ്ധതിയായ അമൃതം ആരോഗ്യം എന്നതിലൂടെ 10 ലക്ഷത്തിലധികം പേരാണ് പുകയില ഉപയോഗം വഴിയുണ്ടായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ 23 ലക്ഷം പേർക്കാണ് ചികിത്സ നൽകാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരളം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ലഹരി മാഫിയകൾ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കേവലം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ കുട്ടി ഗുണ്ടാസംഘങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഇവിടെ നടപാടുമ്പോഴും അധികാരികളുടെ കണ്ണുകൾ അറിഞ്ഞു തന്നെ. കേരളത്തിൽ അതിവേഗം വളർന്നു വരുന്ന മദ്യരാസലഹരി മാഫിയയെ അമർച്ച ചെയ്യുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. ഒന്നാമതായി രാസലഹരിയുടെ ദോഷഫലങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. 5ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള ക്ലാസ്സുകളിൽ മദ്യരാസലഹരിയുടെ തിക്തഫലങ്ങൾ വിശദമായി പഠിപ്പിക്കുന്നു. സംസ്ഥാന അതിർത്തികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നിരീക്ഷണം ശക്തമാക്കണം. കേരളത്തിലേക്ക് തൊഴിൽ തേടി പുറത്തുനിന്ന് വരുന്നവരെ സമ്പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ ഈ വിഷയം ഗൗരവമായി പഠിപ്പിക്കണം. കേരള ഹൈക്കോടതിയുടെ അഭിപ്രായത്തിൽ യുവതലമുറയെയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയും തകർക്കുന്ന ആഗോള പകർച്ചവ്യാധിയാണ് മദ്യവും രാസലഹരികളും. നാടിന്റെ സാമ്പത്തിക സ്ഥിരതയെയും അതിന്റെ ബഹുവിധ സംവിധാനങ്ങളെയും ഇത് നശിപ്പിക്കുന്നു. പ്രാർത്ഥനകളും ബോധവൽക്കരണവും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇടവകളിലും കുടുംബങ്ങളിലും നടത്തുന്നു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യവും ജീവിതം നശിപ്പിക്കുന്നു. ഈ കാറ്റ് 389 രാസലഹരിയുടെ വിനാശകരമായ പാർശ്വഫലങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: മയക്കുമരുന്ന് കച്ചവടക്കാർ മരണ സംസ്കാരത്തിന്റെ വ്യാപാരികളാണ്. ചുരുക്കത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം എതിർക്കുകയും സമൂഹത്തിൽ നിന്ന് അതില്ലാതാക്കുകയും ചെയ്യുക എന്നത് ഓരോ ക്രൈസ്തവന്റെയും ധർമ്മമാണ്. ഈ വിഷയത്തിൽ സഭയും സമൂഹവും അനുഭവിക്കുന്ന വെല്ലുവിളികൾ നേരിടുവാനും ഫലപ്രദമായി പരിഹാരം കണ്ടെത്തുവാനുമായി KCBC വിവിധ കമ്മീഷനുകൾ എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരള സഭയിലെ എല്ലാ ആത്മായ പ്രസ്ഥാനങ്ങളും സംഘടനകളും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പങ്കാളികളാണ്. മദ്യലഹരി വിരുദ്ധ ആചരിക്കുന്ന ഈ അവസരത്തിൽ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും മദ്യരാസലഹരിയിൽ സംഭാവങ്ങൾ ഉൾപ്പെടാതിരിക്കുകയും വേണം. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക, മദ്യരാസലഹരിക്ക് അടിമപ്പെടുന്നവരെ ചികിത്സിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നീ ത്രിമാന പരിപാടികളിലൂടെ സമ്പൂർണ്ണ വിമോചനം നേടിയെടുക്കുവാനും ഈ സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുവാനും ഈ മദ്യരാസലഹരി വിരുദ്ധ ആചരണം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ കൂട്ടായി പ്രവർത്തിക്കാം. മാർച്ച് 23-ാം തീയതി ഞായറാഴ്ച സ്തോത്രക്കാഴ്ച മദ്യലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുവാൻ രൂപതാകേന്ദ്രത്തിൽ നൽകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. വിശിയാൻ സ്നേഹപൂർവ്വം ബിഷപ്പ് യോഹന്നാൻ മാർ തെയോഡോഷ്യസ്, ചെയർമാൻ KCBC മദ്യലഹരി വിരുദ്ധ സമിതി, കേരള സഭയുടെ സംസ്ഥാന നമ്മൾ ഇന്നത്തെ ഞായറുമായി ബന്ധപ്പെടുന്ന കൊണ്ടു നടക്കുന്ന കുരിശിൻ്റെ വഴിയിലേക്ക് പ്രത്യേകിച്ച് വന്ന നമ്മുടെ വികാരി ജനറൽ വിൽസൺ ഇദ്രൈസിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റോബിൻ പാലാട്ടിയച്ഛനെയും ഈ ഗുരുവായൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കത്തയുടെ വികാരി ലാസർകുട്ടി അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വർക്കിംഗ് ഡയറക്ടർ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കുരിശിൻ്റെ വഴിയിലേക്ക് രൂപതയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഇടവകാംഗങ്ങളെയും പ്രത്യേകിച്ച് അതോടുകൂടി ഞങ്ങളെയും ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴി ഞങ്ങളോട് ചേർന്ന് ഇതിനോട് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും വന്ന എല്ലാവരെയും യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു സന്ദേശം തരുന്നതിന് വേണ്ടി നമ്മുടെ വികാരിച്ചതിനെ ക്ഷണിക്കും. ആദരണീയനായിട്ടുള്ള ഇന്നലെക്കൊണ്ട രൂപതയുടെ വാത്സല്യോട് പരീക്ഷ നമ്മുടെ അനുഭവിച്ച അതിവിരുദ്ധ സമിതിയുടെ വിവിധ തരത്തിലുള്ള വിവിധ ഭാരവാഹികളെ അംഗങ്ങളെ നമ്മുടെ ഇടവകയുടെ വിവിധ സമിതി പ്രസിഡന്റായിരിക്കുന്ന ഗോപി, മറ്റ് ഭാരവാഹികളെ, ഇന്ന് ലോക മദ്യവിരുദ്ധ ദിനം എന്നുള്ള നിലയിൽ നടത്തുന്ന എല്ലാ പ്രാർത്ഥനാപരമായിട്ടുള്ള ശുശ്രൂഷ ജനത്തിന് വലിയ ശക്തി സ്വർഗത്തിൽ നിന്നും നൽകാൻ
കാരണമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ലോകത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും നല്ലൊരു ശതമാനം കാരണമായിട്ട് നാം ചൂണ്ടിക്കാണിക്കുന്നത് മദ്യ ആസക്തിയും മദ്യ ലഹരിയും അതുമൂലമുണ്ടാകുന്ന വിപത്തുകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾ, കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ ഡ്രഗ്സിന് അടിമകളാകുന്നുണ്ട് എന്നുള്ള കാര്യം നാം കണ്ണു തുറന്ന് ബോധപൂർവം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതുപോലെ നാം കണ്ടുമുട്ടുന്ന സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം അതിൻ്റെ തിന്മകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ സമൂഹത്തിൽ നടക്കുമ്പോൾ, വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണമാർഗമുള്ള പെരുമാറ്റ രീതികൾ ആരെങ്കിലും കണ്ടാൽ അതും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് വഴിവെക്കുന്നതാണെന്ന് നാം ഒന്ന് തിരിച്ചറിയാൻ കൂടിയാണ്. അപ്രകാരം ശ്രദ്ധിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഉണ്ടാകും. നമുക്കറിയാം, അവരെ അത് വിളിച്ചറിയിക്കുവാനോ അതിൻ്റെ ഗൗരവബോധത്തെ മനസ്സിലാക്കാനോ ശ്രദ്ധിക്കണം. അതാണ് സമൂഹത്തിലെ അംഗങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വഴി. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈ ലഹരി, ഈ മദ്യം, ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ കടിക്കകത്തേക്ക് കടത്തുകയില്ല എന്നുള്ള പ്രതിജ്ഞ. അതുവഴിയായിട്ട് നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കും. ദൈവത്തെ പകർത്തുകയില്ല. ഞാൻ എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം മനസ്സിലോടെ ചെയ്ത പേരിലും നമുക്ക് വെച്ചത് പേരിലും നമ്മുടെ അച്ഛൻ്റെ പേരിലും ഞാൻ കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന പരിഹാര പ്രതിക്ഷണം, അതോടൊപ്പം ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ദിനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ആഹ്വാനിച്ചു. അടുത്തതായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെല്ലുന്നതിന് വേണ്ടി മോൺസെന്റർ വിൽസൺ ഇരുന്നതിനെ പ്രിയമുള്ളവരെ, നമ്മൾ എടുത്തിരുന്ന വാചകം നിറവേറ്റിച്ചൊല്ലണം. ഞാൻ ഒരിക്കലും മദ്യപിക്കുകയില്ലെന്നും പുകവലിക്കുകയില്ലെന്നും പാൻ മസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ എല്ലാ ദുശീലങ്ങളെയും ഒഴിവാക്കുവാൻ എന്നാൽ ആവോളം പ്രവർത്തിക്കുമെന്നും ഇതിനാൽ ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന രൂപതയുടെ വികാരി ജനറൽ മോൺസിംഗർ അച്ഛനും, ഒപ്പം വികാരിച്ചനായിരിക്കുന്ന അച്ഛനും, എല്ലാ അച്ഛന്മാരും, റോബിൻ പാലാട്ടി അച്ഛനും, ഈ രൂപതയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഭാരവാഹികൾക്കും, ഇതിന് നേതൃത്വം കൊടുത്ത മദ്യവിധി സമിതിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോബി ചേട്ടനും മറ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു കുരിശിൻ്റെ വഴിപ്പയാണ് നമുക്ക് ആരംഭിക്കുന്നത്. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും
വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കണമേ. മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൈവശം ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞാൻ അങ്ങേക്ക് ആരാധിക്കുന്നു. അഹങ്കരിക്കുകയും ചെയ്യുന്ന ഞാനാണ്. സഭാപിതാക്കന്മാരുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഞങ്ങൾ നിസ്സംഗത പാലിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. കാൽവരിനാഥ, കരുണാമയ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബ മാതൃകയിൽ വളർത്തുവാനും ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനുമുള്ള സാഹചര്യം ഉണ്ടാകുവാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. തൃപ്പാദം കല്ലിനെ തട്ടി മുറിഞ്ഞു ചെന്നീണം വാർന്നൊഴുകി. മാനവരില്ല വാനവരില്ല താങ്ങി തുണച്ചിടുവാൻ. അനുതാപമൂറുന്ന ചുടുകണ്ണുനീർ തൂകി അണയുന്നു ഞങ്ങൾ കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറിയുന്നു. കല്ലുകൾ നിറയും പേരുവഴി. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടെ ചിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പു വിളിക്കുന്നു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 30. ഭൂഖണ്ഡങ്ങളിലുമായി ജോലിക്കുമായി പോയിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കളുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ ഈ രഹസ്യം ധ്യാനിക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കുരിശോടുകൂടി നിലത്ത് വീണു പോകുന്ന അനുഭവവും മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദാവാക്കുകളും ഞങ്ങളുടെ വേദന വർദ്ധിപ്പിക്കുന്ന അവസ്ഥയായി മാറുകയാണ്. നാനാജാതി മതസ്ഥരായ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുമായി കടന്നു വരുന്നവരെ തിരിച്ചറിയുവാൻ കഴിയാതെ കെണിയിൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിനികളുടെ മേൽ തിരിച്ചറിവും നന്മയിലേക്കുള്ള തിരിച്ചുവരവിനുമായി കരുണാമയനായ കാൽവരിനാഥ ഞങ്ങളെ ശക്തി സഹായിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കൈവന്ന ഭാഗ്യമേ ഭാഗ്യം നിൻ കുരിശത്രയോ ലോലം നിന്നുകം ആനന്ദദായകം അഴലിൽ വീണുണലുന്നോർക്കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാവിൻ കുരിശൊന്നു താങ്ങുവാൻ കരണേ വരങ്ങൾ നിരന്തം കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിവയോ തുണച്ചിടുന്നു. നാഥാവിൻ കുരിശു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ ഞങ്ങളെ ദൂരയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു കോഴിക്കോളവും കർത്താവിനെ മറന്നു ആരിളം വിസിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. പതിനൊന്നാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാം വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണി പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ ഈശോയെ ലോകപാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ തൂങ്ങി മരിക്കുവാൻ തയ്യാറായിട്ടും ഒരു പരാതിയും കൂടാതെ, കണ്ണുകളിൽ നൈരാശ്യമില്ലാതെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ അങ്ങ് കാണിച്ചു തന്ന പീഡകൾ ഞങ്ങളെ മനസ്താപത്തിലേക്ക് നയിക്കട്ടെ.
നാളത്തെ തിരുസഭയാകുന്ന ഞങ്ങളുടെ യുവാക്കന്മാരെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈശോയെ, പ്രയോജനകരമല്ലാത്ത നിയമങ്ങൾ ഞങ്ങളുടെ നിയമസംഹിതകളിൽ ഉൾപ്പെടുത്താതിരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഭരണാധികാരികളിലൂടെ നീ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാടുനീളെ ഉയർന്നു വരുന്ന മദ്യഷാപ്പുകളുടെ എണ്ണങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, കൂലിപ്പടിയെടുത്ത് വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ എല്ലാവരെയും തിന്മയിലേക്ക് നയിക്കുകയാണ്. ഈശോയെ, ഒരു തിരിച്ചറിവിൻ്റെ വരം ഞങ്ങളുടെ അധികാരികളിലേക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ പ്രതി, ഞങ്ങളെ പ്രതി ഇന്നും അങ്ങ് പീഡകൾ സഹിക്കുകയാണ്. ഇന്നും മിഷനറിമാർ കൊല ചെയ്യപ്പെടുകയാണ്. ക്രൈസ്തവ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശ് മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണാകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും എല്ലാത്തിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ ശ്രദ്ധാസന്നനായിരിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. മിശിഹായ്ക്കും എപ്പോഴെപ്പോഴും. എല്ലാവരും നല്ല വെയിലത് കൊണ്ട് ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഹനങ്ങൾ ആർക്ക് വേണ്ടി സമർപ്പിക്കണം? ഇന്നത്തെ കാലഘട്ടത്തിലെ രാസലഹരികളിൽ, മദ്യരാസലഹരികളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ശാന്തമായിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് പോകാം. ബാക്കി ഇൻസ്ട്രക്ഷൻസ് ജോബിലാണ് വരും.
ഗെയിമിൽ വെള്ളം അങ്ങോട്ട് എടുത്ത് കൊടുക്കട്ടെ, അവിടെ ഇടയ്ക്ക് എടുത്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നാളെ പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടായി മക്കളൊക്കെ ആയിട്ട് പഠിക്കാൻ സമയമൊക്കെ എന്തെങ്കിലും സമയം അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഈ സംഘടനയോട് ചേർന്ന് സംഭവങ്ങൾ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഇതിനെ പ്രാർത്ഥനകളുടെ ഈ വാർത്ത കൂടിയാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥന പഠിക്കണം, കേൾക്കണം. അപ്പോൾ ഇതിന് വേണ്ടി കൂടുതൽ കാര്യങ്ങളോട് അച്ഛൻ പറയാൻ അച്ഛനെ വ്യക്തികൾ നിങ്ങളെല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ അംഗങ്ങളെയും ഭാരവാഹികളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമുക്ക് വേണ്ടി സന്ദേശം തരുന്നതായിരിക്കും. സന്ദേശങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദിയാണ്. കാരണം നിങ്ങൾ ത്യാഗം സഹിച്ച് ശിലുവയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഈ മന്ത്രിയുടെ സമയം പറയുന്ന ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അമൃതനായിട്ട് എല്ലാ മാസവും 2-ാം ഞായറായിരിക്കും 10 മണിക്കായിരിക്കും മീറ്റിംഗ്. അംഗത്വം എടുക്കാൻ താല്പര്യമുള്ളവര് ഈ മീറ്റിംഗ് വന്നത് എല്ലാ മാസവും 2ാമത്തെ ഞായർ 10 മണി. താല്പര്യമുള്ളവരൊക്കെ ഇനിയും അംഗത്തിന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് അല്ലാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ ഇനി നമുക്ക് ചെയ്യാവുന്നത്, അതിലൂടെ നമുക്ക് പ്രവർത്തിക്കാം. മദ്യപിക്കാത്ത ആർക്കും ഉപയോഗിക്കാത്ത ആർക്കും വീട്ടിലാരെങ്കിലും നിങ്ങൾ മാറിക്കണ്ട. അവർ മാറ്റിയിരിക്കണം. ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഈ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് 6 മണി രൂപയ്ക്ക് ശേഷമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. പക്ഷേ രൂപതയുടെ ഉദ്ഘാടന പരിപാടി ഇവിടെ നടക്കേണ്ടതുകൊണ്ട് അത് മാറ്റി വെച്ചതിനാണ്. അതുകൊണ്ടാണ് 7:30 ആയത്. അതിന് സ്വയം ശ്രമിക്കുക. നമ്മൾ ഒരു ത്യാഗമായിട്ട് തീർക്കുക. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് പ്രാർത്ഥന, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അംഗം എല്ലാത്തവർക്കും കൂടി ചേരാവുന്നതാണ്. ആ പ്രാർത്ഥന വഴിയായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെ ഓർക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ബോധവൽക്കരണ പരിപാടി നടക്കുന്നുണ്ട്. അത് ഒരു വഴി കൂടി നടന്നു പോകും. മൂന്നാമതായിട്ട് ഞങ്ങൾ ചികിത്സ, അതുപോലെ ക്യാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് തരുന്നു, നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ വേറെ ഒരാൾ പറയില്ല. നിങ്ങൾ ഞങ്ങൾ മാത്രമേ അത് അറിയുള്ളൂ. കാരണം പലരും ഞങ്ങൾ ഇതുപോലെ ചികിത്സയ്ക്കും ക്യാമ്പിനും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത് ആരും അറിയുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഞങ്ങളെ ഭാരവാഹികളെ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളതിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് വേണ്ട സഹായം ചെയ്തു തരാം. കൊണ്ടുപോയി ചികിത്സിക്കണമെന്നല്ല, അത് വീട്ടുകാരുടെ ആവശ്യമാണ്. അവർ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ഈ 3 തരത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാന സമിതി അംഗം സ്നേഹമുള്ളവരെ, നമ്മുടെ ഡൽഫിലച്ഛൻ, മറ്റ് മഹാ പ്രസിഡന്റ് ജോയ് കുളിക്കൽ, നമ്മുടെ പ്രസിഡന്റ് ജോലിച്ചേട്ടൻ, സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ജോലിച്ചേട്ടൻ, മറ്റു മദ്യവിരുദ്ധ പ്രവർത്തകർ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ നിങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ്. അതിൽ ഏറ്റവും അഭിനന്ദനാർഹമായ ഇവിടുത്തെ ഇടവയിൽ പ്രവർത്തിക്കുന്ന മദ്യലഹരികളുടെ സമിതിയാണ്. ആ സമിതി കുറേ ദിവസങ്ങളായിട്ട് ഇതിന് പിന്നാലെ പ്രവർത്തിച്ച് എല്ലാ സ്ഥലങ്ങളും ഒരുക്കി ഇതിനുള്ള മറ്റു അലങ്കാരങ്ങളൊക്കെ ചെയ്തു. ഇന്ന് പ്രാർത്ഥനയോടുകൂടി അത് നടത്താൻ പറ്റി. നല്ല രീതിയിലുള്ള മാനേജ്മെൻ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. പ്രത്യേക
നമ്മൾ കൈയടിച്ചതാക്കി നമ്മുടെ ഈ ഇടവകയുടെ പ്രത്യേക ബിരുദങ്ങൾ, അതുപോലെ തന്നെ രൂപത എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നടത്താനാണ്. നിങ്ങൾ ഈ സമയമൊന്നും മാറ്റേണ്ടതൊന്നും അതിൽ പ്രത്യേകം സദയം ക്ഷമിക്കുക. അത് നമ്മുടെ അച്ഛന്മാർക്കും ജനറാച്ചനും പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വന്നു, അത് പ്രത്യേകമായ പ്രാർത്ഥന നമുക്ക് വേണ്ടി ചെല്ലുകയും നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും, മറ്റെല്ലാം ചെയ്തു. അതിനെല്ലാ അച്ഛന്മാർക്ക്, മേലധികാരികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വരുന്ന പ്രവർത്തനങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. ആഗോള കത്തോലിക്ക സഭ എല്ലാവരുടെയും മദ്യ ലഹരി വിരുദ്ധ സന്ദേശം എല്ലാ ഇടങ്ങളിലും ചൊല്ലുകയും അതിനുള്ള പ്രത്യേക പ്രവർത്തനം ചെല്ലുന്ന പ്രത്യേക ഒരു ദിവസമാണ് മദ്യ ലഹരി വിരുദ്ധ ഞായർ. അപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനം നടക്കുന്നു. സംസ്ഥാന തലത്തിൽ വളരെ വിപുലമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു, എല്ലാവരും അതിൽ എത്തിച്ചേർന്നു. അതുപോലെ ഇനി നമ്മുടെ രൂപതാ തലത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പ്രവർത്തനങ്ങളും പുതിയ ഡയറക്ടറേറ്റും വന്നിട്ടുണ്ട്. അതിന് ആളുടെ നേതൃത്വത്തിൽ നമുക്ക് രൂപതയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇവിടെ നിന്നുള്ള എല്ലാ ലഹരി വിരുദ്ധ പ്രവർത്തകരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും അകമന്റെ പിന്തുണ എല്ലാ നമ്മുടെ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഒന്നു ചേർന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളോട് ഈ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം മുതലേ വികാരി ജനറൽ അച്ഛനും നമ്മുടെ രൂപത ഡയറക്ടർ റോബിൻ പാലാട്ടിയച്ഛനും വിൽസൺ ഈരച്ചനും നമുക്ക് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും നമ്മുടെ വികാരിയച്ഛൻ നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന വികാരിയച്ഛനും നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറായ അച്ഛൻ നമ്മുടെ പുള്ളിയച്ഛൻ നമ്മുടെ കൂടെ ആദ്യ അവസാനം വരെ എല്ലാത്തിലും സഹകരിച്ച് അവയിലും കൊണ്ട് എല്ലാ ഇതിലും ചുക്കാൻ പിടിച്ച് നമ്മളൊപ്പം നിന്ന പുള്ളിയച്ഛനും എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ 75% നമ്മുടെ പ്രസിഡന്റാണ് ജോലി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 75% ബുദ്ധിമുട്ട് അനുഭവിച്ചത് അദ്ദേഹമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ജ്യോതിക്ക് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ എല്ലാ ഭാരവാഹികളും ഞങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് എല്ലാം ഭംഗി ആ വചനം പൊട്ടിക്കാൻ പള്ളിയകത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ കൊടി അവിടെ തോന്നുന്നത് എത്താനായിട്ട് എല്ലാം ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും, അതുപോലെ മൈക്ക് സെറ്റ് സൗണ്ട് സിസ്റ്റം എല്ലാം അത് നന്നായി പ്രവർത്തിക്കാൻ പ്രത്യേകമായിട്ട് ഇന്നത്തെ വ്യാസാരയിൽ പാട്ട് പാടിയ ജോസഫ് പടമാടൻ, അതുപോലെ തന്നെ ജെയ്സൺ പ്രാർത്ഥന ചെല്ലിയ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ പ്രാർത്ഥനകളൊക്കെ അടക്കച്ചിട്ടായിട്ട് ചെല്ലിയ ജെയ്സൺ കരപ്പറമ്പിലും പ്രത്യേകം നന്ദി എല്ലാവരുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ. അപ്പോൾ